എല്ലാവർക്കും ലക്ഷ്മി കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന്ന് മുറ്റത്തുനിന്ന് കിട്ടിയ അണലിപ്പാമ്പാണ് കേട്ടോ. എന്താടാ നീ തിന്നണേ? ജിലേബിയോ? എവിടുന്ന് അടിച്ചു മാറ്റിയടാ നീ? ഇന്ന് ചെറുനാരങ്ങ കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. സോപ്പ് ബേസേ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറിക്കട്ടെ. ഈ സോപ്പ് നമ്മുടെ സ്കിന്നിനെ നല്ല തിളക്കത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു. കറ്റാർ വാഴയുടെ ജെല്ലൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേരുവകളാണ് കേട്ടോ ഞാൻ ചേർക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു പാത്രത്തിലേക്ക് സോപ്പ് ബേസ് ഇട്ട് കൊടുത്തിട്ട് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കട്ടെ. ഇത് ഗ്ലിസറിൻ ചേർന്ന സോപ്പ് ബേസാണ് കേട്ടോ. മെൽറ്റായിട്ടോ. സ്റ്റൗ ഓഫാക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കറ്റാർ വാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറ്റാർ വാഴ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്നു. അടുത്തതായിട്ട് ഇതിലേക്ക് ഡോവിൻ്റെ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കണേ. കുറച്ച് എണ്ണ തേച്ച് കൊടുക്കട്ടെ. സോപ്പ് പെട്ടെന്ന് ഇളകി കിട്ടും. മതി. ഇനി ഒഴിച്ചു കൊടുക്കുക. ഒരു കഷ്ണം നാരങ്ങ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിയല്ലേ, പിന്നെ അതിൻ്റെ ഗുണവും ഉണ്ടാവും. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് സെറ്റാകട്ടെ. ഒരു 2 മണിക്കൂർ കൊണ്ട് സെറ്റാകും കേട്ടോ. രാമു, സോപ്പ് സെറ്റായിട്ടോ. കണ്ടോ? നന്നായിട്ടുണ്ടല്ലേ. ഇനി അതോടെ നോക്കാം. അടിപൊളി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.